രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോഴായിരുന്നു ഹൈമി ആനും കൂടെ എനിക്ക് ഈ ഒരു ബർത്ത്ഡേ സർപ്രൈസ് തന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ബർത്ത്ഡേ ആവുന്ന പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ബർത്ത്ഡേക്ക് ആക്ച്വലി 2 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഒന്നൊരു നെഗറ്റീവും ഒന്നൊരു പോസിറ്റീവും ആണ്. അപ്പൊ മോർണിംഗിലെ സർപ്രൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങിയതായിരുന്നു. ഷാൻ ഇന്നലെ സൈറ്റ് പോയപ്പോ ആണി കുത്തി കയറിയിട്ടുണ്ടായിരുന്നു കാലിൽ, ചെറിയൊരു ഇഞ്ചുറി. അപ്പൊ ഒന്ന് ടി അടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞതാ ഞാൻ ഷായും കൂടെ ഷോപ്പിങ്ങിന് വന്നു. ആദ്യം മന്ദിച്ചേരി ട്രെൻഡ്സിലാണ് വന്നത്. അവിടുന്ന് ഷായിന് കുറച്ച് ഷർട്ട്സും ഷോർട്ട്സും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഷോപ്പിംഗ് എന്തിനാണെന്ന് വെച്ചാല് അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പൊ ഞാനൊരു ഷർട്ട് എടുത്തു. പോയി നോക്കുമ്പോ ഷായിനും അതേ ഷർട്ട് എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 ഷർട്ട്സ് എല്ലാം ട്രയൽ ചെയ്ത് നമ്മൾ കുറച്ചെണ്ണം എടുത്തു. ഷോപ്പിംഗ് ചെയ്ത് ക്ഷീണിച്ചപ്പോ നമ്മൾ ഓരോ അവിൽ മിൽക്കും കഴിച്ചു. അത് കഴിഞ്ഞ് മലപ്പുറം സ്റ്റുഡിയോയിൽ പോയിട്ട് ഷോപ്പിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. എനിക്ക് അതുവരെ ഡ്രസ്സ് ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ സങ്കടത്തിലായിരുന്നു ഞാൻ. പിന്നെയും തണ്ടി തിരിഞ്ഞ് എവിടെ നിന്നൊക്കെ കുറച്ച് ഡ്രസ്സസ് എല്ലാം ഞാൻ ഒപ്പിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോ അടുത്ത സർപ്രൈസ്. രാവിലെ ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്തേ ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന്. ബിക്കോസ് ഞങ്ങൾ 4 പേരും 4 ആളുടെ ബർത്ത്ഡേയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് വിത്ത് കേക്കും എ ലോട്ട് ഓഫ് ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ട്. ഞങ്ങൾ 4 ആളുടെ ഒരാളുടെ പോലും ബർത്ത്ഡേ നമ്മൾ ഒന്നുമില്ലാതെ പോവാൻ സമ്മതിക്കാറില്ല. അപ്പൊ ഗിഫ്റ്റ് ഓരോന്നായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാണ്. ഇതെല്ലാം അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കറക്റ്റ് ആംഗിളിൽ ട്രിപ്പോർഡിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കറക്റ്റ് വീഡിയോസ് അതുകൊണ്ടാണ് കേട്ടോ ഇല്ലാത്തത്. ഹഫന്റെ ഗിഫ്റ്റും ആനിന്റെ ഗിഫ്റ്റും ഹൈമിന്റെ ഗിഫ്റ്റും എല്ലാവരുടേതും ഉണ്ട്. എനിക്ക് ഈ സമയത്ത് ഗിഫ്റ്റ് തന്നിട്ടില്ല. അവന്റെ ഗിഫ്റ്റ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അങ്ങോട്ട് നിൽക്കോളെ അങ്ങോട്ടേ ചെന്നിക്ക് ആ സൈഡിലൊക്കെ. ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ബർത്ത്ഡേ കേക്കിന്റെ കാര്യം മറന്നുപോയൊരു ബർത്ത്ഡേ ആയിരുന്നു ഇത്. അങ്ങനെ കാണുന്നില്ല. തായ്ലൻഡിക്ക് പോകുമ്പോ ഇടാൻ പറ്റിയ ഡ്രസ്സാണല്ലോ അല്ലേ? കർലത്തിനൊക്കെ പാടം വാങ്ങിക്കണതാവും. ഞങ്ങള് കഞ്ഞി വലിയ ക്ലാസ് പെട്ടിക്കല്ലോ. ഇവിടെ ഫോട്ടോ കിട്ടണോ ഈ സാധനം? ഇപ്പൊ കാര്യത്തൊന്നും ഇല്ല കേട്ടോ. അതന്നെ പൊട്ടിക്കനുസരിച്ച് കോളില്ലേ? ഇതിണ്ട് അത് ആകെ മിക്സായി. ഇതിണ്ട് അത് പൊട്ടിക്കല ആദ്യം പൊട്ടിക്കല്ലേ? അല്ല കൊറേ ഉണ്ടല്ലോ. ആ ഇതൊക്കെ ഇതൊക്കെ ഗിഫ്റ്റ്. നല്ല രസമാണ് കത്തിച്ച്. നല്ല ക്യൂട്ടാണ് കാണാൻ. കുട്ടിയൊക്കെ അപ്പൊ ആനിതാ എനിക്ക് ഗിഫ്റ്റിന് പുറമെ ഒരു കൊറിയൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൽ കാണുന്ന ആ ഒരു ബ്ലൂ വൺ ഹൈമി ഉണ്ടാക്കിയ കസ്റ്റം മെയ്ഡ് ഗ്രീറ്റിംഗ് കാർഡ് ആണ്. എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ ഒരു ഹാൻഡ് മെയ്ഡ് ഗ്രീറ്റിംഗ് കാർഡ് ഹൈമിന്റെ വക സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ കുറെ ചോക്ലേറ്റ്സും. പിന്നെ ഷായിന്റെ ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ? ബർത്ത്ഡേക്ക് ആവുന്നതിന്റെ ഏകദേശം ഒരു 1.5 ആഴ്ച മുന്നേ തന്നെ ഷായി ചെറിയൊരു ഹൈപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തില് ഇതും പറയുന്നുണ്ടായിരുന്നു അതിപ്പോ സർപ്രൈസ് ആക്കി തരാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നൊക്കെ. അപ്പൊ ഷായി ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു ബർത്ത്ഡേക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എന്നുള്ളത്. പക്ഷെ എവിടേക്ക് എങ്ങനെ എപ്പോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്റെ ബർത്ത്ഡേ ആവുന്നതിന്റെ ഒരു 4 days മുന്നേ ആണ് ബർത്ത്ഡേന്റെ അന്ന് തന്നെ പോവാന്നുള്ള ഡിസിഷനിലെത്തിയത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ
ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് തായ്ലൻഡ് ഡിസൈഡ് ചെയ്തത്. മോർണിംഗ് ചെയ്ത പർച്ചേസ് ഒക്കെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ജസ്റ്റ് 2 ഡേയ്സ് കൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മളിതാ ഇപ്പൊ പെട്ടിയും പാക്ക് ചെയ്ത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഹഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. തായ്ലൻഡിലെ ബാങ്കോക്ക്, പട്ടായ, ഫുക്കറ്റ് ഈ സ്ഥലങ്ങളിലെല്ലാം വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് പ്ലാനിങ് ഇല്ലാത്തൊരു ടൂർ ആയതുകൊണ്ട് തന്നെ ഞാനും ഷായനും ഒരുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അടിപൊളി ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് വ്ലോഗ് ഉടനെ വരുന്നുണ്ട്. അപ്പൊ അത് മിസ് ചെയ്യാതെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.